നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ആയിരിക്കത്തില്ല. നമ്മുടെ ഒരു CT100 ബൈക്കായിരുന്നു. അപ്പോൾ ഇതിന് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുത്തപ്പോഴേക്കും അവർക്കത് സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് തോന്നുന്നില്ല. ആക്ച്വലി അതിൻ്റെ പ്ലഗിൻ്റെ കറണ്ട് കുറവാണ് വരുന്നത്. സ്പാർക്ക് പ്ലഗിൽ കറണ്ട് കുറച്ചേ വരുന്നുള്ളൂ. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഒരു യൂണിറ്റ് വാങ്ങിക്കൊണ്ട് കൊടുത്തായിരുന്നു. പക്ഷേ അതല്ല കംപ്ലൈൻ്റ് എന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് ഫ്ലൈ വീൽ ഇളക്കാനൊക്കെ ഇതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ചൂടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ CT100 ഉണ്ട്, അല്ലെങ്കിൽ പഴയ ഫാഷനോ അങ്ങനത്തെ ബൈക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ്, അപ്പോൾ നമ്മൾ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മേശിരി എടുത്ത് കൊണ്ടുപോകും, പാശാൻ എടുത്ത് കൊണ്ടുപോകുമ്പോഴേക്കും പുള്ളി പറയും ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മടുക്കുന്നത് നമ്മളാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, വീഡിയോയിലോട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്, പക്ഷേ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. അതുമല്ല, ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വന്നപ്പോഴേക്കും നമ്മൾ ശരിയാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ് കുറച്ചുകൊണ്ടാണ്. അതെങ്ങനെയൊന്ന് കാണിച്ചു തരാം. ഇതിനുണ്ട് ഈ ഒരു ഗ്യാപ്പ്, അതായത് ഈ സ്പാർക്ക് പ്ലഗിൻ്റെ ഈ ഒരു ഗ്യാപ്പ് കുറച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. ശരിക്കും കുറച്ചുകൂടെ ഗ്യാപ്പ് വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്രത്തോളം കറണ്ട് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത് അഥവാ ഇങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിൾ വരികയാണെന്നുണ്ടെങ്കിൽ അല്പം സ്പാർക്ക് പ്ലഗ് ചേർത്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാറും. അപ്പോൾ അതുവരെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നത്. അതുപോലെ ഇപ്പോൾ ഒത്തിരി എന്താ പറയുക, പെട്രോൾ കൂടുതൽ ചിലവാകുന്ന രീതിയിലാണ് സംഭവം ഇരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സ്പാർക്ക് വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഈ ഒരു സ്പാർക്ക് പ്ലഗ് ഒന്ന് ശ്രദ്ധിക്കുക. വളരെ കുറച്ച് സ്പാർക്ക് ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ കണ്ടല്ലോ, വളരെ സ്പാർക്ക് കുറവാണ്. അപ്പോൾ സാധാരണഗതിയിൽ അതിനുള്ള മെയിൻ സാധ്യത ഈ ഒരു ഇഗ്നീഷൻ കോയിൽ, അതായത് ചാർജിങ് കോയിൽ എന്ന് പറയുന്ന മോസ്റ്റ് പ്രോബബിളി ഈ ഒരു യൂണിറ്റ് ആയിരിക്കും ഇതിന് പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത. ഇതിൻ്റെ വില 197 രൂപയാണ്. അപ്പോൾ നമ്മളിത് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാധനം മാറ്റി തരാൻ പറഞ്ഞപ്പോഴേക്കും വർക്ക്ഷോപ്പിൽ മാറ്റി തന്നില്ല. അത് കൊടുത്തതാണ്, വണ്ടി കൊടുത്ത് സർവീസിങ് കൊടുത്തപ്പോഴേക്കും സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ചെക്ക് ചെയ്യുമ്പോൾ ഇല്ല, കാരണം നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗ് ചേർത്തിട്ടിരിക്കുന്നതുകൊണ്ട് സ്പാർക്ക് വരുന്നുണ്ട്, വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. പക്ഷേ ആ സ്പാർക്ക് വളരെ 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 ലോലമായിട്ടുള്ള സ്പാർക്കാണ്. ഇത് ഏത് നിമിഷം വണ്ടി വഴി കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മളത് മാറ്റി നോക്കുകയാണ്. സക്സസ് ആവുകയാണെങ്കിൽ വീഡിയോ ഇടും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ 2 ടൂൾ നമ്മൾ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മാഗ്നറ്റ് പുള്ളർ എന്ന് പറയുന്ന സാധനമാണ്. ഇത് 350 രൂപ, ഇത് 150 രൂപ. എല്ലാം കൂടെ 400 രൂപ. ഇത് രണ്ടും കൂടെ 400 രൂപയാണ്. അപ്പോൾ എനിക്കൊന്നത് 250, ഇത് 150, ആ ഒരു രീതിയിൽ. അപ്പോൾ ഈ 2 സാധനങ്ങൾ വാങ്ങിയെടുത്തിട്ടുണ്ട്. മാഗ്നറ്റ് ഈ ഒരു സൈഡിലാണ് വരുന്നത്. നമുക്ക് മാഗ്നറ്റ് ഊരിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പീസ് മാറ്റി നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇളക്കിയെടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മാഗ്നറ്റാണ്. അപ്പോൾ അത് നമ്മൾ മാഗ്നറ്റ് പുള്ളർ വെച്ച് ഇളക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു യൂണിറ്റാണ് നമുക്ക് മാറ്റേണ്ടത്. ഇത് ചെക്ക് ചെയ്യുന്നത് ശരിക്കും ഇതിൽ നിന്ന് വരുന്നൊരു വയറുണ്ട്. ഈ ഒരു കോയിലിൽ നിന്ന് വരുന്ന ഈ വയറ് ഇതിനകത്തൂടെ വന്ന് ഇതിനകത്തൊരു വയർ വരും.
അപ്പോൾ അതിൽ സപ്ലൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ സാധാരണ ഇത് ഷോർട്ട് ആകുമ്പോഴാണ് സപ്ലൈ വരാതിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത് ഇത് ഇളക്കിയെടുത്ത് നോക്കാം. ഈ ഒരു കോറ് ഇളക്കിയെടുത്തിട്ട് അതിൽ ഈ ഒരു പീസ് നമുക്ക് മാറ്റി പുതിയത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന പീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇഗ്നിഷൻ കോയിൽ, അല്ലെ സ്റ്റാർട്ടിങ് കോയിൽ. അപ്പോൾ അത് മാറ്റിയിട്ട് അത് ഡാമേജ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ പുതിയ സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്പാർക്ക് പ്ലഗിലുള്ള വരുന്ന ആ ഒരു സ്പാർക്കിൻ്റെ ഇത് പവർ കൂടിയിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ സ്റ്റാർട്ടിങ് ഈസി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കിനി ഇത് ബാക്കിയെല്ലാം കൂടെ പറക്കിയിട്ട് അടയ്ക്കാം. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സ്പാർക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല രീതിയിൽ സ്പാർക്ക് വരുന്നുണ്ട്. ഇപ്പം എന്തായാലും നല്ല രീതിയിൽ നമുക്ക് സ്പാർക്ക് വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഈ സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് കൂട്ടിയിട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. എങ്കിലും വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഏകദേശം 1 മില്ലിമീറ്റർ ഗ്യാപ്പാണ് ശരിക്കും ഇതിൽ വേണ്ടത്. സ്പാർക്ക് പ്ലഗിൻ്റെ ഈ ഒരു ഗ്യാപ്പ് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ വണ്ടി വലിക്കത്തില്ല. വലിക്കുന്നത് ഒരു പിടിച്ച് പോകും. ഇത് ഗ്യാപ്പ് കൂട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ പക്കായിട്ടുള്ള സ്പാർക്ക് വരുന്നുണ്ട്. നമുക്കൊന്നൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് സ്പാർക്ക് അല്പം ഒന്ന് ചുറ്റി അടിക്കുന്ന പോലെ കറക്റ്റ് ഒരു പോയിന്റിൽ തന്നെ സ്പാർക്ക് നിൽക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് സ്പാർക്ക് പ്ലഗ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടിങ് പക്കാ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പക്കാ പെർഫെക്റ്റ് എന്ന് വെച്ചാൽ പക്കാ പെർഫെക്റ്റ്. ആക്ച്വലി അതിൻ്റെ എന്താ പറയുക, അതിൽ വരുന്ന സ്പാർക്ക് പ്ലഗിൽ വരുന്ന കറണ്ട് കുറവായിരുന്നു. അപ്പോൾ ആ സ്പാർക്ക് പ്ലഗിൽ എങ്ങനെയാണ് കറണ്ട് കുറവെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്ന കാര്യം ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ചെക്ക് ചെയ്തത്, വണ്ടി പണി ചെയ്തത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വാഹനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. പക്ഷെ അവർ ഇതിൻ്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. കാരണം ഇത് ഒരു പഴയ വാഹനമാണ്. ഒരുപക്ഷെ ഇതിൽ അവർക്ക് നമ്മളുടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ലേബർ വളരെ കുറവാണ്. കുറച്ച് പൈസ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഈ ഒരു സാധനം നല്ല രീതിയിൽ വഴി കിടത്താത്ത രീതിയിൽ ഉപയോഗിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ടൂൾസ് വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ സംഭവം ചെയ്തതും അത് സക്സസ്ഫുള്ളായത്. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ. കുറച്ച് പേർക്കും ഇത് പ്രയോജനകരമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അതായത് നമ്മുടെ പഴയ വാഹനം CD100 ആയാലും പാഷൻ ആയാലും അങ്ങനെയുള്ള വാഹനങ്ങൾ സ്റ്റാർട്ടിങ് ട്രബിൾ, സ്ഥിരം കംപ്ലയിൻറ്റ്,
അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ചില ചെറിയ 200 രൂപ അല്ലെങ്കിൽ 500 രൂപയുടെ പരിപാടിയിൽ ആ വണ്ടി പുതുപുത്തം പോലെ പെർഫോമൻസ് ആകും. അപ്പോൾ അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. അതായത് പഴയ വാഹനത്തിനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് പേർക്കും ഇത് പ്രയോജനമായി വിശ്വസിക്കുകയാണ്. മനോഹരമായ മറ്റൊരു വീഡിയോയിനെ കാണാം. ബൈ.